പ്രിയമുള്ളവരെ, വചനജ്വാല 1380 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 11 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 11 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ 142 സങ്കീർത്തനവും 143 സങ്കീർത്തനവും നാം വായിക്കുന്നു. 142 സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള തിരുവാക്യങ്ങളാണ് ആദ്യം ശ്രവിക്കുക. പരിത്യക്തന്റെ പ്രാർത്ഥന. ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോട് യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊരിയുന്നു. എൻ്റെ ദുരിതത്തിൽ ഞാൻ അവിടുത്തെ മുൻപിൽ നിരത്തുന്നു. ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു. ഞാൻ നടക്കുന്ന വഴിയിൽ അവരെനിക്ക് കെണിവെച്ചിരിക്കുന്നു. വലതുവശത്തേക്ക് നോക്കി ഞാൻ കാത്തിരിക്കുന്നു, എന്നാൽ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു രക്ഷാകേന്ദ്രവും എനിക്ക് അവശേഷിക്കുന്നില്ല. ആരും എന്നെ പരിഗണിക്കുന്നുമില്ല. കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. അങ്ങാണ് എൻ്റെ അഭയം, ജീവിക്കുന്നവരുടെ ദേശത്തുള്ള എൻ്റെ അവകാശം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങേയറ്റം തകർക്കപ്പെട്ടിരിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവർ എൻ്റെ ശക്തിക്ക് അതീതരാണ്. തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ നാമത്തിന് നന്ദി പറയട്ടെ. നീതിമാന്മാർ എൻ്റെ ചുറ്റും സമ്മേളിക്കും, എന്തെന്നാൽ അവിടുന്ന് എന്നോട് ദയ കാണിക്കും. നമ്മൾ 143 സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ഇന്ന് ശ്രവിക്കുന്നു. കാരുണ്യത്തിനും സഹായത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചന ശ്രവിക്കണമേ. അങ്ങയുടെ വിശ്വസ്തതയിലും നീതിയിലും എനിക്ക് ഉത്തരമരുളയണമേ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ, എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. ശത്രു എന്നെ പിന്തുടർന്നു, അവൻ എൻ്റെ ജീവനെ നിലത്തെറിഞ്ഞ് തകർത്തു. പണ്ടേ മരിച്ചവനെ പോലെ എന്നെ അവർ ഇരുട്ടിൽ തള്ളി. ഞാൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു, എൻ്റെ ഹൃദയം നടുങ്ങുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അവിടുത്തെ ശക്തമായ പ്രവർത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു. ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു. കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളയണമേ. ഇതാ എൻ്റെ പ്രാണൻ പോകുന്നു, എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. മറച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവരെ പോലെയാകും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ, എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. കർത്താവേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അഭയം തേടി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ ജീവൻ പരിപാലിക്കണമേ. അങ്ങയുടെ നീതിയാൽ എന്നെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. കാരുണ്യവാനായ അങ്ങ്
എൻ്റെ ശത്രുക്കളെ വിച്ഛേദിക്കണമേ, എൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനാണ്. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ബർണബാസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അപ്പസ്തോലന്മാർ ആവേശപൂർവം ഈശോയുടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്നു. സുവിശേഷ സന്ദേശം സ്വീകരിച്ചവരിൽ പലരും തങ്ങളുടെ വീടും വസ്തുവകകളും വിറ്റ് പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുവാനും ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അത് വിതരണം ചെയ്യാനും തുടങ്ങി. അങ്ങനെ തനിക്കുണ്ടായിരുന്ന വസ്തു വിറ്റ് സ്ലീഹന്മാരിൽ ഏൽപ്പിച്ചവരിൽ ഒരാളായിരുന്നു സൈപ്രസുകാരനായ ഔസേപ്പ് എന്ന ലേവ്യൻ. സ്ലീഹന്മാർ അദ്ദേഹത്തെ ബർണബാസ്, അതായത് ആശ്വാസപുത്രൻ എന്ന് പേരിട്ടു. പൗലോസ് ശ്ലീഹായുടെ മാനസാന്തരത്തിന് ശേഷം ശ്ലീഹായോടൊപ്പം ബർണബാസ് വിജാതിയരുടെ ഇടയിൽ സുവിശേഷ പ്രചോദനത്തിനായി നിയോഗിക്കപ്പെട്ടു. അവർ സെലൂക്യയിലേക്കും അവിടെ നിന്ന് സൈപ്രസിലേക്കും കപ്പൽ കയറി. കുറെ കാലം അവർ യഹൂദരോട് പ്രസംഗിച്ചു. പ്രസ്തുത പരിശ്രമം പരാജയമാണെന്ന് കണ്ടപ്പോൾ വിജാതിയരുടെ അടുക്കിലേക്ക് തിരിഞ്ഞു. പൗലോസിന്റെയും ബർണബാസിന്റെയും പ്രസംഗങ്ങൾ കേട്ടവർ പൗലോസിനെ മെർക്കുറി എന്നും ബറാബാസിനെ ജൂപ്പിറ്റർ എന്നും വിളിച്ചു. പിന്നീട് ബർണബാസ് ജോർമാർക്കിന്റെ കൂടെ സൈപ്രസിലേക്ക് പോയി. അവിടെ സ്വന്തം നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ വെച്ച് 61 മുമ്പ് ബർണബാസ് രക്തസാക്ഷിത്വ മകുടം ചൂടി. പ്രിയമുള്ളവരെ, ജെറൂസലേമിലെ ക്ഷാമവേളയിൽ പട്ടിണിപ്പാവങ്ങളെ ബർണബാസ് കഴിയുന്നതുപോലെ സഹായിച്ചു. ആശ്വാസത്തിനായി കേഴുന്നവർക്ക് ആശ്വാസദായരാകുക ക്രിസ്ത്യൻ ചൈതന്യമാണ്. ബർണബാസ് നല്ലവനും പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതനായിരുന്നുവെന്ന് നാം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നു. അത്തരമൊരു സാക്ഷ്യം നേടാൻ നമുക്കും യത്നിക്കാം. പ്രിയമുള്ളവരെ, രക്തസാക്ഷിയായ വിശുദ്ധ ബർണബാസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.